Assalamualaikum warahmatullahi taala wabarakatuh. Bismillah, alhamdulillah, salatu wassalamu ala asyrafil rasulillah wa ala alihi wasahbihi ajma'in. Amma ba'd. അപ്പോൾ നമ്മള് മിഡ് ഡേ മീൽ സ്കീം മനസ്സിലായോ, പ്രോഗ്രാം അഥവാ ഉച്ചഭക്ഷണ പദ്ധതിയെ കുറിച്ച്, ഗവൺമെന്റിന്റെ ഉച്ചഭക്ഷണ പദ്ധതിയെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അതിനെ കുറിച്ച് തന്നെ അതിന്റെ അഥവാ ഗവൺമെന്റ് ഇത്തരം ഈക്വാലിറ്റി നടപ്പിലാക്കാൻ വേണ്ടി ഗവൺമെന്റ് പരമാവധി ശ്രമിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ താഴോട്ടേക്ക് ഇങ്ങനെ പോകുന്നു. അപ്പൊ നമുക്ക് നോക്കാം. While government programs play an important role in increasing equality of opportunity. അപ്പൊ ഗവൺമെന്റിന്റെ ഇത്തരം പരിപാടികൾ, while government programs, ഗവൺമെന്റിന്റെ ഇത്തരത്തിലുള്ള പരിപാടികൾ play an important role. മനസ്സിലായോ? play important role എന്ന് പറഞ്ഞാൽ പ്രധാന ചുമതല വഹിക്കുക, പ്രധാന കാര്യം നിർവഹിക്കുക. മനസ്സിലായി? എന്താ പറയാ? പ്ലേ ഇമ്പോർട്ടന്റ് റോൾ, പ്രധാന റോള് വഹിക്കുന്നു. മനസ്സിലായി? അഥവാ പ്രധാന കാര്യങ്ങൾ ചെയ്യുന്നു. ഏത് ഗവൺമെന്റിന്റെ ഇത്തരത്തിലുള്ള പരിപാടികൾ എന്തിലേക്ക് പ്രധാന കാര്യങ്ങൾ ചെയ്യുന്നു? എന്തിൽ? ഇൻക്രീസിംഗ് ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി. ഈ അഥവാ എല്ലാ ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി, സന്ദർഭത്തിന്റെ ഓപ്പർച്യൂണിറ്റി, സാഹചര്യത്തിന്റെ ഈക്വാലിറ്റി, തുല്യത വർദ്ധിപ്പിക്കുന്നതിൽ, അഥവാ എല്ലാവർക്കും തുല്യ ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ അഥവാ അവസരങ്ങളുടെ തുല്യത വർദ്ധിപ്പിക്കുന്നതിൽ, അഥവാ എല്ലാവർക്കും തുല്യമായ അവകാശം, സ്ഥാനം, ഓപ്പർച്യൂണിറ്റി നൽകുന്നതിൽ ഗവൺമെന്റിന്റെ പദ്ധതികൾ എന്ത് ചെയ്യുന്നു? പ്രധാന റോള് വഹിക്കുന്നു. എന്തിൽ? ഓപ്പർച്യൂണിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിൽ. There is much that, കുറച്ച് കാര്യങ്ങളുണ്ട്, that അത് still needs to be done, അത് ചെയ്യപ്പെടാൻ എന്ത് ചെയ്യുന്നു? ആവശ്യമായി വരുന്നു. കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്തു തീർക്കേണ്ടതുണ്ട്. മനസ്സിലായോ? There is much that still needs to be done, അത് കുറച്ച് കാര്യങ്ങളുണ്ട്, അത് needs to be done, അത് ചെയ്യപ്പെടേണ്ടിയിരിക്കുന്നു. അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. While the midday meal program has helped increase the enrollment and attendance of poor children in school. അങ്ങനെ while the midday meal program, മനസ്സിലായോ? ഈ ഉച്ചഭക്ഷണ പരിപാടി has helped, അതെന്തായിട്ടുണ്ട്? സഹായകമായിട്ടുണ്ട്. അത് സഹായകമായിട്ടുണ്ട്. എന്തിലേക്ക്? to increase the enrollment. ഈ കുട്ടികളെ ചേർക്കുന്നതിൽ വർധനവ്. എന്തിനാണ് വർധനവ്? എൻറോൾമെന്റ്, കുട്ടികളെ പേര് ചേർക്കുന്നതിൽ, അഥവാ പുതുതായി കുട്ടികളെ ഈ മിഡ് ഡേ പരിപാടി ഉണ്ടല്ലോ, സ്കൂളിൽ ഉച്ചഭക്ഷണം കൊടുക്കുന്നുണ്ടല്ലോ. അങ്ങനെ എന്റെ മോനിക്ക് എന്താവാം, അവിടെ പോയിട്ട് തന്റെ വിശപ്പ് മാറ്റാലോ എന്ന് ചിന്തിച്ചിട്ട് കൊണ്ടാണെങ്കിലും സ്കൂളിൽ എന്ത് ചെയ്യുന്നു? പുതുതായി കുട്ടികളെ ചേർക്കുന്നു, അഥവാ ഇൻക്രീസിംഗ് എൻറോൾമെന്റ്. എന്ത് ചെയ്യുന്നു? പട്ടികയിൽ പേര് ചേർക്കൽ എന്താവുന്നു? വർദ്ധിക്കുന്നു. പണ്ടുള്ള 10 കുട്ടികളാണ് ഒരു കൊല്ലത്തിൽ ചേരുന്നതെങ്കിൽ ഇതെന്താവുന്നു? 100ഉം 50ഉം ഒക്കെ ആയി വരുന്നു. അപ്പോ ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നതിൽ, എൻറോൾമെന്റ് വർദ്ധിപ്പിക്കുന്നതിൽ ഈ ഉച്ചഭക്ഷണ പരിപാടി പ്രധാന സഹായകമായിട്ടുണ്ട്, നല്ല സഹായകമായിട്ടുണ്ട്. അറ്റൻഡൻസ് ഓഫ് പുവർ ചിൽഡ്രൻ, പാവപ്പെട്ട ജനങ്ങളുടെ മക്കൾ എന്ത് ചെയ്യുന്നു? കൃത്യമായ റെഗുലർ അറ്റൻഡൻസ്, സാധാരണ എന്താവുന്നു? അറ്റൻഡൻസ് സ്കൂളിൽ എന്താവുന്നു? ഹാജരാവുന്നു, പ്രസന്റ് ആവുന്നു. In school, there continues to be big difference in our country between schools that reach attendance and those that the poor attendance. There continues, അവിടെ എന്താകുന്നു? തുടർന്നു വരുന്നു. എന്ത്? big difference, വലിയ വ്യത്യാസം തുടർന്നു വരുന്നു. There continues, ആ സ്കൂളുകളിൽ തുടർന്നു വരുന്നു. എന്ത്? big difference, വലിയ വ്യത്യാസം. മനസ്സിലായി? big difference, വലിയ വ്യത്യാസം എന്താവുന്നു? സ്കൂളുകളിൽ ഉണ്ടായി വരുന്നു. മനസ്സിലായോ? സ്കൂളുകളിൽ വലിയ ഡിഫറൻസ് എന്താവുന്നു? കണ്ടുവരുന്നു. എന്താണ് ആ ഡിഫറൻസ്? എന്തില്? ഇൻ അവർ കൺട്രി, നമ്മുടെ രാജ്യത്തുള്ള സ്കൂളുകളിൽ വലിയ ഡിഫറൻസ് ഉണ്ടാകുന്നു. എന്തില് വലിയ
ഉണ്ടാകുന്നു ഇൻ റിച്ച് അറ്റൻഡൻസ് ആൻഡ് ദോസ് ദാറ്റ് ദി പുവർ അറ്റൻഡൻസ്. മനസ്സിലായോ? പാവപ്പെട്ട വിദ്യാർത്ഥിയുടെ അറ്റൻഡൻസിലും ഈ ധനിക റിച്ച് അറ്റൻഡൻസ്, മനസ്സിലായോ? ധനിക കുടുംബത്തിലെ റിച്ച് അറ്റൻഡൻസ് അഥവാ പാവപ്പെട്ട ധനികന്മാരുടെ മക്കളുടെയും പുവർ അറ്റൻഡൻസ് അഥവാ പാവപ്പെട്ട കാശില്ലാത്ത മക്കളുടെ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന അച്ഛനമ്മമാരുടെ മക്കളുടെയും എല്ലാവിധ സുഖ സൗകര്യങ്ങളുള്ള റിച്ച് ദമ്പതികളുടെയും മക്കളുടെയും ഇടയിൽ എന്തിൽ വ്യത്യാസമുണ്ട്? അറ്റൻഡൻസിൽ വ്യത്യാസമുണ്ട്. മനസ്സിലായോ? പുവർ അറ്റൻഡൻസിലും റിച്ച് അറ്റൻഡൻസിലും സ്കൂളുകളിൽ എന്തായിട്ടുണ്ട്? വളരെയധികം വ്യത്യാസമുണ്ട്. കാരണം ഇവർക്ക് വീട്ടിൽ നിന്ന് രാവിലെ പോകുമ്പോൾ തന്നെ എന്താവും? ഭക്ഷണം കൊണ്ട് കൊടുക്കും. മനസ്സിലായോ? ഭക്ഷണം കൊടുക്കും, അല്ലെങ്കിൽ ഉച്ചക്ക് എത്തിച്ചു കൊടുക്കും. അതേപോലെയല്ല ആര്? പാവപ്പെട്ട അവര് എന്താ ഉമ്മാന്റെ കൂടെ അല്ലെങ്കിൽ അച്ഛന്റെ കൂടെ എന്തെങ്കിലും പണിക്ക് പോകുന്നുണ്ട്. പണിസ്ഥലത്ത് നിന്ന് കിട്ടുന്ന ഭക്ഷണം എന്തെങ്കിലും ഷെയർ ചെയ്ത് കഴിക്കും. അപ്പൊ എന്തെങ്കിലും സ്കൂളിൽ നിന്ന് ഇപ്പൊ ഭക്ഷണം കിട്ടുന്നതുകൊണ്ട് എന്താവുന്നു? ഈ മക്കളെന്താവുന്നു? സ്കൂളിലേക്ക് അയക്കുന്നു. അപ്പോൾ അവിടെയുള്ള വ്യത്യാസം എന്തായി? ഇല്ലാതായി. ഈക്വൽ ഓപ്പർച്യൂണിറ്റി, ഈക്വൽ ഈ ഓപ്പർച്യൂണിറ്റി, എല്ലാവർക്കും തുല്യ അവസരങ്ങൾ എന്താവുന്നു? പഠിക്കാൻ നൽകുന്നു. അതാണ് പറഞ്ഞത്. തുടർന്ന് വരുന്നു ടു ബി ബിഗ് ഡിഫറൻസ്, വലിയ ഡിഫറൻസ് ഉണ്ടാവാൻ കാരണമാകുന്നു ഇൻ അവർ കൺട്രി, നമ്മുടെ രാജ്യത്ത്, ബിറ്റ്വീൻ സ്കൂളുകൾക്കിടയിൽ. മനസ്സിലാകുന്നല്ലോ? അപ്പോൾ നല്ല പാവപ്പെട്ട മക്കളുടെ അച്ഛനമ്മമാരുടെ മക്കൾ പഠിക്കുന്ന ഒരു സ്കൂള്, പിന്നെ നല്ല പൈസ കൊടുത്ത് മാസങ്ങൾ 10,000 കൊടുത്ത് പഠിക്കുന്ന സ്കൂളുകൾ. അപ്പോൾ 10,000 കൊടുത്ത് പഠിക്കുന്ന സ്കൂളുകളിൽ എന്താകുന്നു? നല്ല സാധാരണ ഒരു അറ്റൻഡൻസ് ഉണ്ടാവുന്നു. പക്ഷേ ഗവൺമെന്റ് പാവപ്പെട്ടവർ പഠിക്കുന്ന സ്കൂളുകളിൽ എന്താവുന്നു? കുട്ടികൾ സ്കൂളിൽ പങ്കെടുക്കുന്നില്ല. അപ്പൊ എന്ത് ചെയ്യുന്നു? നല്ല ഡിഫറൻസ് ഉണ്ട്. നല്ല ഗവൺമെന്റ് സ്കൂളിൽ കുറവും മറ്റേ പൈസ കൊടുത്ത് പഠിക്കുന്നതിലും നല്ല അറ്റൻഡൻസ്. അങ്ങനെ നല്ല ജഗജാന്തരം നല്ലൊരു വ്യത്യാസമുണ്ട്. എവിടെ? ഈ നമ്മുടെ നാടുകളിലെ ഈ റിച്ച് പുവർ പഠിക്കുന്ന സ്കൂളുകളിൽ അറ്റൻഡൻസിൽ. Even today, ഇപ്പോഴും there are several schools in the country. രാജ്യത്തുള്ള പല സ്കൂളുകളിലും in which ആ സ്കൂളുകളിൽ ദളിത് ചിൽഡ്രൻ, ദളിതന്മാരുടെ മക്കൾ, ലൈക്ക് ഓം പ്രകാശ് വാൽക്കിമിയെ പോലെയുള്ള ദളിതന്മാരുടെ മക്കൾ. മനസ്സിലായോ? Even today, ഇന്ന് പോലും എവിടെ? Even today, ഇന്ന് പോലും there are several schools, ധാരാളം കുറച്ച് സ്കൂളുകളുണ്ട് ഇൻ ദി കൺട്രി, നമ്മൾ ജീവിക്കുന്ന ഇന്ത്യ രാജ്യത്ത് ഇപ്പോഴും ചില സ്കൂളുകളുണ്ട്. എങ്ങനത്തെ ഇൻ വിച്ച് ആ സ്കൂളുകളിൽ ദളിത് ചിൽഡ്രൻ, ദളിതന്മാരുടെ മക്കൾ, ദളിത് കുട്ടികൾ, ദളിത് വിദ്യാർത്ഥികൾ, ലൈക്ക് ഓം പ്രകാശ് വാൽക്കിമിയെ പോലെയുള്ള ദളിതന്മാരുടെ മക്കൾ ഡിസ്ക്രിമിനേറ്റഡ്, അവരെന്താകുന്നു? തരംതിരിക്കപ്പെടുന്നു. മനസ്സിലാവുന്നുണ്ടല്ലോ? അങ്ങനെ ദളിതന്മാരുടെ മക്കൾ അല്ലെങ്കിൽ താഴ്ന്ന ജാതിക്കാർ മേൽക്ക് ജാതിക്കാരിൽ നിന്നും എന്താകുന്നു? ഡിസ്ക്രിമിനേറ്റ് അവർ അനുഭവിക്കുന്നു. തരം താഴ്ത്തൽ അല്ലെങ്കിൽ വേർതിരിവ് അവരെന്ത് ചെയ്യുന്നു? സ്കൂളുകളിൽ പോലും ഇന്നും നമ്മൾ ജീവിക്കുന്ന ഇന്ന് പോലും പാവപ്പെട്ട മക്കൾ എന്ത് ചെയ്യുന്നു? അനുഭവിക്കുന്നുണ്ട്. ലൈക്ക് ഓം പ്രകാശ് വാൽക്കിമി അഥവാ നേരത്തെ നമ്മൾ പറഞ്ഞത് ഓം പ്രകാശ് വാൽക്കിമിയുടെ ഒരു കഥ, അദ്ദേഹത്തെ പോലെ ഇന്നും ചിലരുണ്ടാവുന്നു ഡിസ്ക്രിമിനേഷൻ സ്കൂളുകളിൽ നിന്നും അവർക്ക് അനുഭവിക്കേണ്ടി വരുന്നു. ആൻഡ് ട്രീറ്റഡ് അൺഈക്വലി, അവരെന്ത് ചെയ്യുന്നു? സമത്വത്തോടുകൂടെ തുല്യതയില്ലാതെ മറ്റുള്ളവരോട് പെരുമാറുന്നത് പോലെ ആരോട് പെരുമാറുന്നില്ല ഈ ദളിതന്മാരായ മക്കൾ അല്ലെങ്കിൽ താഴ്ന്ന ജാതിയിലെ മക്കളോട് മറ്റുള്ളവർ പെരുമാറുന്നില്ല. അത് ഇന്നും തുടർന്നു വരുന്നുണ്ട് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് പോലും. These children, ഇത്തരം കുട്ടികൾ അവരെന്താകുമ്പോ ഫലം പ്രയോഗിക്കപ്പെടുന്നു into unequal situations. മനസ്സിലായോ? അവരെന്താകുന്നു? നിർബന്ധിതരാകുന്നു into unequal situation, തുല്യതയില്ലാത്ത unequal situation. എങ്ങനത്തെ? തുല്യതയില്ലാത്ത, ഈക്വാലിറ്റി ഇല്ലാത്ത സാഹചര്യത്തിലേക്ക് എന്താകുന്നു? അവരെ തള്ളി നീക്കുന്നു. മനസ്സിലായോ? ഈക്വൽ ഇല്ലാത്ത സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ലഭിക്കുന്ന അതേ ഈക്വാലിറ്റി ആർക്ക് ലഭിക്കുന്നില്ല? ഇത്തരത്തിലുള്ള ദളിതന്മാരുടെ മക്കൾക്ക് ലഭിക്കുന്നില്ല. അപ്പോ ഇത്തരത്തിലേക്കുള്ള സിറ്റുവേഷനിലേക്ക്, അൺഈക്വൽ ആയ സിറ്റുവേഷനിലേക്ക് അവരെ എന്താകുന്നു?
ബലം പ്രയോഗിക്കപ്പെടുന്നു, അവരെ ബലം പ്രയോഗിച്ച് മാറ്റുന്നു. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ അവര് സ്വയം മാറുന്നതാണോ, എനിക്ക് പഠിക്കണം അല്ലെങ്കിൽ പഠിക്കേണ്ട, ഞാൻ ഇങ്ങനെ കച്ചറ സ്കൂളൊക്കെ പഠിച്ചു വലിയ നടന്നോളാം എന്ന അൺഈക്വൽ, മറ്റുള്ള കുട്ടികളൊക്കെ പഠിക്കുമ്പോൾ അവർക്ക് ഈക്വാലിറ്റി ലഭിക്കുന്നു. ഈ ദളിതന്മാരുടെ മക്കൾക്ക് അൺഈക്വൽ സിറ്റുവേഷനിലേക്ക് ഉണ്ടാവും, അവരെ തരം താഴ്ത്തപ്പെടുന്നു. അവർ സ്വന്തം ഏറ്റെടുക്കുന്നതാണോ, ഞാൻ സ്കൂളിലെ വരാന്തിയും മറ്റേ ക്യാൻറ്റീനിന് പാത്രങ്ങളൊക്കെ കൈകാന്ന് കുട്ടി ഏറ്റെടുക്കുന്നതാണോ? അല്ല, അവരെന്താകും, അൺഈക്വൽ സിറ്റുവേഷനിലേക്ക് നിർബന്ധിക്കപ്പെടുന്നു, ഫോഴ്സ് ചെയ്യുന്നു. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇൻ വിച്ച് their dignity is not respected. എങ്ങനത്തെ സിറ്റുവേഷന്? ഇൻ വിച്ച് ആ സിറ്റുവേഷനുകളിൽ their dignity, അവരുടെ സ്വന്തം വില, മഹത്വം, റെസ്പെക്ട്, മനസ്സിലായി? സ്വന്തം നഫ്സിനോടുള്ള റെസ്പെക്ട്, സ്വന്തം വില, ആത്മാഭിമാനം ഈസ് നോട്ട് റെസ്പെക്റ്റഡ്, അതുണ്ടാവുന്നില്ല, ബഹുമാനിക്കുന്നില്ല. മനസ്സിലായോ? ഓരോരുത്തർക്കുമുള്ള അവരുടേതായ വില ഉണ്ടാവുന്നില്ല, നൽകുന്നില്ല. ദിസ് ഈസ് ബിക്കോസ്, ഇത് കാരണമാകുന്നു, ബിക്കോസ് പീപ്പിൾ റെഫ്യൂസ്, ജനങ്ങൾ എന്താകുന്നു, നിരസിക്കുന്നു. നിരസിക്കുക. കാരണം എന്ത്? ജനങ്ങൾ റെഫ്യൂസ് ചെയ്യുന്നു. എന്തിനേക്ക്? ചുറ്റിങ്. റെഫ്യൂസ് എന്ന് പറഞ്ഞാല് അത് വേണ്ട പോലെ അവരെന്താവുന്നില്ല, കൈകാര്യം ചെയ്യുന്നില്ല, നിരസിക്കുന്നു. അപ്പൊ ഒരാൾ കാര്യം പഠിക്കുമ്പോൾ എന്ത് ചെയ്യും? അത് ചെയ്യൂല. അതാണ് എന്ത്? നിരസിക്കുക. അപ്പൊ കാരണം എന്ത്? ജനങ്ങൾ നിരസിക്കുന്നു. എന്ത്? ചുറ്റിങ്, ചിന്തിക്കാൻ എന്താകുന്നു? ജനങ്ങൾ നിരസിക്കുന്നു, തയ്യാറാവുന്നില്ല. ഓഫ് ദം, അവകളെ കുറിച്ച്, ആസ് ഈക്വൽ, തുല്യതയോടുകൂടെ ചിന്തിക്കാൻ, അവർക്കും തുല്യാവകാശങ്ങൾ നൽകണം എന്നത് ചിന്തിക്കാതെ അവർ റെഫ്യൂസ് ചെയ്യുന്നു, നിരസിക്കുന്നു. മനസ്സിലായോ? അപ്പൊ അവർക്കും തുല്യാവകാശം നൽകണം എന്നത് ചിന്തിക്കാതെ അവര് തല തിരിച്ചു കളയുന്നു. അതാണ് പറഞ്ഞ റെഫ്യൂസ്. അവരെന്ത് ചെയ്യുന്നു? നിരസിക്കുന്നു. എന്ത്? ടു തിങ്ക് അബൌട്ട് ദം, അവരെ കുറിച്ച് ചിന്തിക്കാൻ, ആസ് ഈക്വൽ, തുല്യതയോടുകൂടെ, തുല്യമായി അവർക്ക് സ്ഥാനങ്ങൾ നൽകണം എന്ന് അവരെന്താവുന്നില്ല, വേണ്ട പോലെ ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ല. Even though a law requires each, നിയമം ഇത് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ പോലും ഇന്നത്തെ ജനങ്ങൾ എന്താവുന്നില്ല, അത് കേൾക്കുന്നില്ല, തല തിരിച്ചു കളയുന്നു, കാണാ പോലെ നടക്കുന്നു. എങ്ങനെ? Even though law requires each, ഇന്ത്യയിലെ ഭരണഘടന, ഇന്ത്യൻ ലോ, നിയമം എന്താവുന്നുണ്ടെങ്കിൽ റിക്വയർ എന്ന് പറഞ്ഞാൽ ആവശ്യപ്പെടുന്നു. എന്തിനേക്ക്? ഈക്വൽ, ഈ സമത്വത്തോടു കൂടി പെരുമാറാൻ ഇന്ത്യയിലെ ഭരണഘടന ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ പോലും അവരോട് ഇന്നത്തെ ജനങ്ങൾ എന്താവുന്നില്ല, ഈക്വലായി എല്ലാവരെയും കാണുന്നില്ല. One of the main reason for this is, ഇതിനുള്ള one of the main reason, പ്രധാനമായുള്ള കാരണങ്ങളിലുള്ള ഒന്ന്, for this, ഇതിനുള്ള, ഏതെനിക്ക് ജനങ്ങൾക്ക് ഈക്വലായിട്ട് നൽകുന്നില്ല എന്നതിനുള്ള കാരണങ്ങളിലുള്ള ഒന്ന് ഈസ്, ആകുന്നു. എന്ത്? ദാറ്റ്, ഒന്ന്. ദാറ്റ് ആറ്റിറ്റ്യൂഡ് എന്താകുന്നു? ദാറ്റ് ആറ്റിറ്റ്യൂഡ്, ആ മനോഭാവമാകുന്നു. ആറ്റിറ്റ്യൂഡ് മനോഭാവമാകുന്നു. ചേഞ്ച്, അത് എന്താവുന്നുണ്ട്? മാറ്റം വരുന്നുണ്ട്. വെരി സ്ലോലി, വളരെ ചുരുങ്ങിയ രീതിയിൽ എന്താകുന്നു? അത്തരം മനോഭാവം എന്താവുന്നു? മാറി തുടങ്ങുന്നു. ഇവൻ ദോ, എങ്ങനെയൊക്കെയാണെങ്കിലും persons are aware, ജനങ്ങൾ എന്താകുന്നു? വ്യക്തികൾ aware, അവരെന്താകുന്നു? ബോധവാന്മാരാണ്. അവേർനെസ്, ബോധവൽക്കരണം. മനസ്സിലായോ? ജനങ്ങൾ എന്താകുന്നു? അവെയർ ആണ്, ജനങ്ങൾ ബോധവാന്മാരാണ്. ഇതിനെ ഡിസ്ക്രിമിനേഷൻ ഈസ് ദി ലോ. ഈ ഡിസ്ക്രിമിനേഷൻ, ഈ വേർതിരിവ്, പാവപ്പെട്ട വ്യക്തിയെ അല്ലെങ്കിൽ താഴ്ന്ന ജാതിക്കാരെ തരം താഴ്ത്തുക, മറ്റു ഈക്വാലിറ്റി നൽകാതെ, പിന്നെ മറ്റുള്ള ധനികരായ മക്കൾക്ക് എല്ലാവിധ സൗകര്യവും നൽകുക, മറ്റുള്ളവർക്ക് നൽകാതിരിക്കുക, അങ്ങനെയുള്ള ഡിസ്ക്രിമിനേഷൻ, വേർതിരിവ് ഈസ് അഗെയിൻസ്റ്റ് ദി ലോ. ഈ ജനങ്ങൾ എന്തിരിക്കാതെ നിയമത്തിന് എതിരാണ് എന്നതിനെ കുറിച്ച് പീപ്പിൾ ആർ അവെയർ, ജനങ്ങൾ എന്താകുന്നു? ബോധവാന്മാരാണ്. അവർക്ക് എന്താണ്? അവർക്ക് നല്ല ബോധമുണ്ട്. പക്ഷെ ബോധമില്ലാതെ കുറവാണോ? അല്ല. പക്ഷെ എന്താകുന്നു? അവരുടെ മനോഭാവം എന്താകുന്നു? മാറിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോ ഇപ്പോഴും എന്ത് നിലനിൽക്കുന്നുണ്ട്? ഇന്ത്യയിലെ ഭരണഘടന അനുശാസിക്കുന്നുണ്ട്, എല്ലാവരോടും തുല്യാവകാശം നൽകണം. പക്ഷെ ജനങ്ങൾ എന്താവുന്നില്ല, നൽകുന്നില്ല. അത് അവർക്ക് അറിയാനിട്ടാണോ? അല്ല. കാരണം ജനങ്ങൾ എല്ലാവരും ബോധവാന്മാരാണ്. അത് ചെയ്യരുത്, എല്ലാവർക്കും ഈക്വലായ സ്ഥാനം നൽകണമെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ആരും ചെയ്യുന്നില്ല എന്ന് മാത്രം.
They continue അവർ തുടർന്നു പോകുന്നു to treat people unequally on the basis of their caste. ജനങ്ങൾ എന്താകുന്നു തുടർന്നു കൊണ്ടേയിരിക്കുന്നു എന്തിനിക്ക് to treat people ജനങ്ങളോട് ഇടപഴകാൻ മനസ്സിലായി ഇടപെടാൻ ജനങ്ങളോട് ഇടപെട്ടുകൊണ്ടേയിരിക്കുന്നു unequally തുല്യതയില്ലാത്ത വിധം മനസ്സിലായോ തുല്യമായി അല്ലാതെ മറ്റുള്ളവരോട് ഏത് പാവപ്പെട്ടവരെ കാണുമ്പോൾ മുമ്പിൽ ചുളിക്കുക അല്ലെങ്കിൽ ഓനെന്താ കാട്ടി തുപ്പുക അവരെ അടിക്കുക വേദനിപ്പിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലായോ അങ്ങനെ എന്താകുന്നു അവർ കണ്ടിന്യൂ അവരെ തുടർന്നുകൊണ്ടിരിക്കുന്നു എങ്ങനെ ടു ട്രീറ്റ് ദി പീപ്പിൾ അണീക്വലി ജനങ്ങളോട് ഈക്വാലിറ്റി ഇല്ലാതെ എന്താകുന്നു അവര് ജനങ്ങൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നു എങ്ങനെ ഓൺ ദി ബേസിസ് ഓഫ് ദെയർ കാസ്റ്റ് അവരുടെ ജാതിയുടെ പേരിൽ മനസ്സിലായോ ജാതിയുടെ പശ്ചാത്തലത്തിൽ ഏത് ജാതിയാണെന്ന് നോക്കും ഉയർന്ന ജാതിക്കാരനാണോ ഓൻ നല്ല രീതിയിൽ പെരുമാറും അതായത് ദളിതനാണോ ഓനെന്താകും അപമാനിക്കും അപകീർത്തിപ്പെടുത്തും തുപ്പും മനസ്സിലായ അടിക്കും അങ്ങനെയൊക്കെ എന്തിന്റെ പേരിൽ കാസ്റ്റ് അവരുടെ ഈ ജാതിയുടെ പേരിൽ എന്താകുന്നു വേർതിരിവ് കാണിക്കുന്നു റിലീജിയൻ അവരുടെ മതത്തിന്റെ പേരിൽ എന്ത് ചെയ്യുന്നു ആക്രമിക്കുന്നു മുസ്ലിമാണോ നടക്കുന്നു പോകുമ്പോൾ തുണി കഴിച്ചിട്ട് നോക്കും മാർഗ കല്യാണം ചെയ്തോ എന്നിട്ട് ചെയ്തില്ലെങ്കിൽ അവരെ മർദ്ദിക്കുക അടിച്ചു കൊല്ലുക ഇതൊക്കെ എന്താണ് ഓരോരോ മതത്തിന്റെ പേരിലാണ് മനസ്സിലായോ ദളിതന്മാരെ തീയിട്ട് കരിക്കുക മനസ്സിലായോ നല്ല ഉയർന്ന ജാതിക്കാരെ ബഹുമാനിക്കുക ഇതൊക്കെ എന്താണ് റിലീജിയൻ അല്ലെങ്കിൽ കാസ്റ്റ് ഇവയുടെ പേരിലുള്ള വേർതിരിവാണ് മനസ്സിലാവുന്നുണ്ട് അപ്പൊ ഓരോന്നുള്ള ഉദാഹരണം മനസ്സിലാകുന്നില്ല ഇപ്പോഴത്തെ കാലത്ത് റിലീജിയൻ മുസ്ലിം ആണെങ്കിൽ അവനെ ആൾക്കൂട്ട മർദ്ദനം പിന്നെ താഴ്ന്ന ജാതിക്കാരാണെങ്കിൽ അവരെ വലിയ ജാതിക്കാരെ കൂടിയിട്ട് ആക്രമിക്കുക അതൊക്കെ ഇന്ന് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നു പിന്നെ ഡിസാബിലിറ്റി അവരുടെ ഡിസാബിലിറ്റി അംഗവൈകല്യം മനസ്സിലായോ അംഗവൈകല്യത്തിന്റെ പേരിൽ എന്ത് ചെയ്യുന്നു അവരെ ആക്രമിക്കപ്പെടുന്നു അണീക്വലായി പെരുമാറുന്നു അതിന്റെ എക്കണോമിക് സ്റ്റാറ്റസ് അവരുടെ സാമ്പത്തിക ഭദ്രതയുടെ പേരിൽ എന്ത് ചെയ്യുന്നു അവരെ ബഹുമാനിക്കുന്നു ഇല്ലാത്തവരെ എന്ത് ചെയ്യുന്നു അപകീർത്തിപ്പെടുത്തുന്നു പിന്നെ ബിക്കോസ് ദേ ആർ ഫീമെയിൽ ദേ ആർ വുമൺ അവരൊക്കെ എന്താണ് പെണ്ണാണ് അപ്പൊ പെണ്ണുങ്ങളോട് എന്ത് ചെയ്യുക ഇങ്ങനെ മോശമായി പെരുമാറുക ഇതൊക്കെ എന്താവുന്നു ഇന്ന് ഇന്ത്യയിൽ നടന്നുകൊണ്ടേയിരിക്കുന്നു it is only when the people begin to believe that no one is inferior മനസ്സിലായോ it is only when ഇതെപ്പോഴാണ് when the people begin ജനങ്ങൾ തുടങ്ങുമ്പോഴാണ് to believe വിശ്വസിക്കാൻ തുടങ്ങുന്നു എന്ത് that no one is inferior എന്ന് പറഞ്ഞാൽ താഴ്ന്ന ജാതിക്കാരൻ ഇതെപ്പോഴാണ് സംഭവിക്കുന്നത് ജനങ്ങൾക്ക് എല്ലാം അറിയാം എന്ത് നോ വൺ ഈസ് ഇൻഫീരിയർ ആരും എന്തല്ല ഇൻഫീരിയർ അല്ല താഴ്ന്ന ജാതിക്കാരനല്ല എന്ന് ജനങ്ങൾക്ക് അറിയാം എന്നിട്ടും ജനങ്ങൾ എന്ത് ചെയ്യുന്നു ഇത്തരം പ്രവണതകൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അവർക്കറിയാം എന്ത് every person deserve എല്ലാ വ്യക്തിയും എന്താവുന്നു ആഗ്രഹിക്കുന്നു അർഹിക്കുന്നു എന്തിനിക്ക് ടു ബി ട്രീറ്റഡ് അവരോട് പെരുമാറാൻ അർഹിക്കുന്നു വിത്ത് ഡിഗ്നിറ്റി മഹത്വത്തോടുകൂടെ ആദരവോടുകൂടെ ഓരോരോ വ്യക്തിയോടും പെരുമാറാൻ ഓരോരോ വ്യക്തിയും എന്താവുന്നു അർഹിക്കുന്നു അവർക്ക് അതിനുള്ള അവകാശമുണ്ട് മനസ്സിലായത് എന്ന് മനസ്സിലാക്കിയിട്ട് പോലും ഇത്തരം പ്രവണതകൾ ഇന്ത്യയിൽ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു That the present attitude ഇന്നുള്ള മനോഭാവം can change അതെന്താവാം മാറാം മനസ്സിലായോ എസ്റ്റാബ്ലിഷിംഗ് ഈക്വാലിറ്റി ഈ സമത്വം സ്ഥാപിക്കൽ കൊണ്ട് സ്ഥാപിക്കൽ കൊണ്ട് എന്ത് ഈക്വാലിറ്റി ഈ സമത്വം സ്ഥാപിക്കൽ in the democratic society ഈ ജനാധിപത്യ സമുദായത്തിൽ അഥവാ നമ്മളിപ്പോ എന്താണ് ഡെമോക്രാറ്റിക് സൊസൈറ്റി ആണ് മനസ്സിലായോ ജനാധിപത്യ സമുദായത്തിൽ ഈ ഈക്വാലിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുക പുനഃസ്ഥാപിക്കുക എന്നുള്ളത് ആകുന്നു കണ്ടിന്യൂസ് സ്ട്രഗിൾ തുടർന്നുകൊണ്ടേയിരിക്കുന്ന സ്ട്രഗിൾ യുദ്ധമാകുന്നു മനസ്സിലായോ അത് തുടർന്നുകൊണ്ടേയിരിക്കുന്ന യുദ്ധമാകുന്നു എന്തിനുള്ള യുദ്ധം ഈ എസ്റ്റാബ്ലിഷിംഗ് ഈക്വാലിറ്റി ഈ സമത്വം സ്ഥാപിക്കുക എന്നുള്ളത് കണ്ടിന്യൂസ് സ്ട്രഗിൾ അതെന്താകുന്നു ഒരു തുടർന്നുകൊണ്ടേയിരിക്കുന്ന യുദ്ധമാകുന്നു പോർവിളിയാകുന്നു and one in which individual as well as various community എങ്ങനെ പിന്നെ എന്തുമാകുന്നു ഈ സാകുന്നു one in which individual
ഓരോരോ വ്യക്തിയും ആസ് വെൽ ആസ് വേരിയസ് കമ്മ്യൂണിറ്റി ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ ജീവിക്കുന്ന കമ്മ്യൂണിറ്റി സമുദായം, വേരിയസ് വ്യത്യസ്തമായ. അപ്പം ഇന്ത്യയിൽ ജീവിക്കുന്ന ഓരോരോ വ്യക്തിയും, മനസ്സിലായോ? ഇൻ വിച്ച് എങ്ങനത്തേത്, വൺ ഇൻഡിവിജ്വൽ ഓരോരോ വ്യക്തിയും, ആസ് വെൽ ആസ് വേരിയസ് കമ്മ്യൂണിറ്റി വ്യത്യസ്തമാ സമുദായത്തിൽപ്പെട്ട ഓരോരോ വ്യക്തിയും, ഇൻ ഇന്ത്യ ഇന്ത്യയിലുള്ള ഓരോ വ്യത്യസ്തമായ വിഭാഗത്തിൽപ്പെട്ട ഓരോരോ വ്യക്തിയും കോൺട്രിബ്യൂട്ട് അവരെന്ത് ചെയ്യുന്നു, സംഭാവനകൾ നൽകുന്നു. സംഭാവന നൽകുന്നു എന്തിനേക്ക്, ടു ആൻഡ് യു വിൽ എന്തിനേക്ക്, ടു എസ്റ്റാബ്ലിഷിംഗ് ഈക്വാലിറ്റി, ഈ സമത്വം സ്ഥാപിക്കാൻ വേണ്ടി അവരെന്ത് ചെയ്യുന്നു. എവരി പേഴ്സൺ, എവരി ഇൻഡിവിജ്വൽ ഇൻ വേരിയസ് കമ്മ്യൂണിറ്റി, ഈ വ്യത്യസ്തമായ കമ്മ്യൂണിറ്റി സമുദായത്തിൽപ്പെട്ട ഓരോരോ വ്യക്തിയും കോൺട്രിബ്യൂട്ട് അവര് സംഭാവന ചെയ്യുന്നു ടു എസ്റ്റാബ്ലിഷിംഗ് ഈക്വാലിറ്റി, ഈ സമത്വം സ്ഥാപിക്കാൻ വേണ്ടി അവരെന്ത് ചെയ്യുന്നു, ധാരാളം കാര്യങ്ങൾ ചെയ്തു വരുന്നു. മനസ്സിലായോ? യു വിൽ റീഡ് മോർ, കൂടുതൽ നിനക്ക് വായിക്കാം, അബൌട്ട് ദിസ് in this book, about this ഈ ഈക്വാലിറ്റി സ്ഥാപിക്കുന്നതിനെ കുറിച്ച്, ഈക്വാലിറ്റി ഇന്ത്യയിൽ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഓരോരുത്തരും ചെയ്യുന്ന ഓരോരോ സംഭാവനകൾ, കാര്യങ്ങളെ കുറിച്ച് നിനക്ക് ഈ ബുക്കിൽ നിനക്ക് പിന്നീട് വായിക്കാം. മനസ്സിലായല്ലോ? അപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, ഒന്നും മടി കൂടാതെ. അപ്പോൾ ഓക്കെ, സംശയം ചോദിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.